ലോകസംഭവങ്ങൾ കർത്താവിൻ്റെ വരവ് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ ഗൗരവമുള്ള തിരുവെഴുത്തുകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. യോഹന്നാൻ്റെ ലേഖനം, യോഹന്നാൻ എഴുതിയ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം, അതിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ ദൈവത്തെ അസത്യവാദിയാക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മിൽ ഇല്ലാതെ ആകുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് ക്ഷമയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. പാപം മറച്ചു വയ്ക്കുന്ന വ്യക്തികൾ ഭയത്തിൽ കഴിയുന്നവരാണ്. എന്നാൽ പാപം ഏറ്റുപറയുന്നവർ കൃപയിൽ ജീവിക്കുന്നു. പാപം ഏറ്റുപറയുന്നത് ഒരു ദൗർബല്യമല്ല, അതൊരു ദുർബലതയായിട്ടാരും കാണരുത്. അത് ആത്മീയ ധൈര്യം ലഭിച്ചവർ ചെയ്യുന്ന കാര്യമാണ്. പാപം ഏറ്റുപറയുവാൻ വേണ്ടി നാം നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്ഷമ ആ ഹൃദയത്തിലേക്ക് വരുന്നു. ദൈവകൃപ നമ്മെ നിലനിർത്തുന്നു. പാപം ഏറ്റുപറയുന്നവരെ ദൈവം ശുദ്ധീകരണത്തിലേക്ക് നടത്തുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണെന്ന് ചോദിച്ചാൽ പാപം സമ്മതിക്കുവാൻ മടി കാണിക്കുന്ന ഹൃദയം ആണ് എന്ന് മനസ്സിലാക്കണം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. പാപമില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അത് ആത്മീക അന്ധത ബാധിച്ചവർ പറയുന്നവരാണ്. അവർ സ്വന്തം ആത്മാവിനെ വഞ്ചിക്കുന്നവരാണ്. ദൈവം വെളിച്ചമാകുന്നു. ആ പ്രകാശത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ അപൂർണതകൾ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത്. പ്രകാശം വെളിച്ചം ചെയ്യുന്നത് അത് പലതിനെയും വെളിപ്പെടുത്തുന്നു, ഇരുട്ടിലിരിക്കുന്നതിനെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് പാപമില്ല എന്നുള്ള നമ്മുടെ അവകാശവാദം നാം ദൈവസന്നിധിയിൽ വാതിൽ അടയ്ക്കുന്നതിന് തുല്യമാണ്. ഒരു വ്യക്തി വാതിലടച്ച് അകത്തിരിക്കുന്നത് പോലെയാണ് പാപമില്ല എന്ന് പറയുന്ന മനുഷ്യർ. വാതിൽ തുറക്കാതെ, ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന പാപം ഏറ്റുപറയാതെ ഒരിക്കലും നമ്മെ നീതീകരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന ദൈവകൃപ ആ ഹൃദയത്തിൽ വരികയില്ല. ഏറ്റുപറച്ചിലിന് വലിയ ആത്മീക ശക്തി ഉണ്ട്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ ദൈവം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവം വിശ്വസ്തനെന്ന് പറഞ്ഞാൽ തൻ്റെ വാഗ്ദാനങ്ങളിൽ മാറ്റമില്ലാത്തവൻ, തിരുവായ കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്നവൻ. ദൈവം നീതിമാൻ എന്ന് പറയുമ്പോൾ ദൈവം ക്ഷമിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവം നമ്മെ ശുദ്ധീകരിച്ച് പുതുക്കത്തിലേക്ക് നടത്തുന്നു എന്നും കൂടിയാണ്. ദൈവം പാപങ്ങളെ ക്ഷമിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റം മാപ്പാക്കുക എന്നതാണ്. എന്നാൽ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തെ പുതുക്കുന്ന അനുഭവമാണ്. അതായത് ശിക്ഷിക്കുവാൻ നിൽക്കുന്ന ഒരു ന്യായാധിപനായിട്ട് മാത്രം അല്ല വചനം ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്. മറിച്ച് രോഗം ബാധിച്ച ഒരാളെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്ന, പുതുക്കുന്ന ഒരു നല്ല വൈദ്യനായി ദൈവത്തെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ ദൈവത്തെ അസത്യവാദിയാക്കുന്നു. ഇത് അതീവ ഗൗരവമുള്ളൊരു വാക്കാണ്. പാപം നിഷേധിക്കുന്നത് ദൈവത്തെ നിഷേധിക്കുന്നതിനും വചനം നിഷേധിക്കുന്നതിനും എനിക്ക് ക്രൂശിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നതിനും തുല്യമാണ്. ക്രൂശിൽ എന്തിനാണ് യേശു മരിച്ചത്? മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. പാപമില്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, അതിൻ്റെ അർത്ഥം വ്യർത്ഥമാണല്ലോ. അതുകൊണ്ട് എനിക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ
ഞാൻ നിഷേധിക്കുകയാണ്. അതുകൊണ്ട് ആത്മീക നവീകരണത്തിലേക്ക് നമ്മെ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നാം ചെയ്യേണ്ടത്, നാം ആത്മപരിശോധന നടത്തുക, ദൈവസന്നിധിയിൽ സത്യസന്ധരാവുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയാതെ നാം മറച്ചു വെച്ച ഏതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവം വെളിച്ചമാകുന്നു ആ പ്രകാശത്തിൽ കൊണ്ടുവന്ന് ഏറ്റുപറയുക. ഒരു കാര്യം, പാപം ഏറ്റുപറയുന്നത് ഒരു ദുർബലതയല്ല, അതൊരാത്മീക ധൈര്യമാണ്. അതുകൊണ്ട് പാപം ആരൊക്കെ നിഷേധിച്ചോ അവരെല്ലാം വഞ്ചിക്കപ്പെടുന്നു. പാപം ഏറ്റുപറയുന്നവർക്ക് കൃപ അനുഭവിക്കുവാൻ കഴിയുന്നു. ദൈവം കാത്തിരിക്കുന്നത് പരിപൂർണരായ പാപമില്ലാത്ത മനുഷ്യരെയല്ല, സത്യസന്ധരായി ദൈവസന്നിധിയിൽ തങ്ങളുടെ കുറ്റങ്ങൾ സമ്മതിക്കുന്നവരെയാണ്. നാം നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്ഷമ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. യേശുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു നമ്മിൽ വസിക്കുന്നു. യേശുവിൻ്റെ വചനം നമ്മളിൽ വാസം ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളെ പരിശോധിക്കണമേ. മറഞ്ഞിരിക്കുന്ന വഴികളെ, പാപങ്ങളെ വെളിപ്പെടുത്തണമേ. ഏറ്റുപറയുവാൻ എല്ലാവർക്കും കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ